വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് എന്ന ആരോപണം. കുത്തിവെപ്പെടുത്ത ശേഷം ശരീരത്തിൽ സൂചിയുടെ ഭാഗം കുടുങ്ങിയതായി പരാതി. ഛർദിലിന് ചികിത്സ തേടിയപ്പോഴാണ് കുത്തിവെപ്പ് എടുത്തത് എന്ന് പരാതിക്കാരി വത്സല. സൂചിയുടെ ഒരു ഭാഗം ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത ശേഷം ശരീരം അനങ്ങുമ്പോൾ തന്നെ വലിയ വേദനയാണ് എന്നും വത്സല പറയുകയാണ്. വാക്കുകളിലേക്ക്. ഞാൻ ഒരു വർഷത്തോളം ഈ ആശുപത്രിയിൽ പോയിട്ട് എനിക്ക് കിട്ടിയതായി ഇഞ്ചക്ഷന്. അന്ന് ഈ മരുന്ന് ഇങ്ങനെ കല്ലിച്ച് കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഉറുമ്പ് അടിക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ തോന്നുമായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഓർക്കും ഈ മരുന്നിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഈയിടെ ഒരു 5-6 ദിവസത്തിന് മുമ്പ് ഇത് അസഹ്യമായ വേദന ഉണ്ടായപ്പോഴാണ് വന്നാൽ തന്നെ ഡോക്ടർമാരെ ഞെക്കി കുറേ പഴുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഞെക്കിയപ്പോൾ ഈ സൂചി 2ആയിട്ട് ഒടിഞ്ഞു പോയത്. അന്നേരം ഒടിഞ്ഞു. ആദ്യത്തെ എക്സ്റേയിൽ ഒടിയാത്തതാ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്നലെ ഓപ്പറേഷൻ ചെയ്തെടുത്തത്. ബാക്കി എവിടെ ഇരിക്കുന്നു, നമ്മുടെ ഈ ശരീരം അനങ്ങുമ്പോഴെല്ലാം അത് നമ്മുടെ മാംസത്തിലോട്ട് കുത്തിക്കൊണ്ട് നമുക്ക് അസഹ്യമായ വേദനയുമാണ്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നതാണ്. ഒരു പനി വന്നാലും ഞങ്ങൾ അവിടോട്ടാണ് പോകുന്നത്. ഞങ്ങൾ മറ്റെങ്ങും പോകുന്നതുമല്ല. ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത് കുത്തിവെപ്പിന് ഉപയോഗിക്കുന്ന സൂചിയുടെ ഭാഗം തന്നെയെന്ന് കോഴഞ്ചേരി ജില്ലാ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. DMOയോട് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങൾ നൽകാനുണ്ട്. പ്രവീൺ, വത്സലയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, കഴിഞ്ഞ ഒരു വർഷമായി വേദന തിന്നാണ് ആ പാവം ജീവിക്കുന്നത്. ചികിത്സാ പിഴവാണ് കാരണം. ഈ ഒരു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഇത്തരത്തിലൊരു സൂചി തന്റെ ശരീരത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ വത്സലയ്ക്ക് സാധിച്ചില്ലേ? ഇപ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്? ആശുപത്രി അധികൃതരുടെ ഈ ഒരു വിശദീകരണം തൃപ്തികരമാണോ? എന്ത് തരത്തിലുള്ള ഇടപെടലായിരിക്കും ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക? ഷിഹാസ്, ഛർദിയെ തുടർന്നാണ് പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ വത്സല ഒരു വർഷം മുമ്പ് ചികിത്സ തേടിയത്. അന്ന് അവിടെ അവരെ അഡ്മിറ്റ് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി തനിക്ക് കുത്തിവയ്പ് എടുത്തു എന്നാണ് വത്സല പറയുന്നത്. അതിനുശേഷം ഇടയ്ക്കിടെ അവർക്ക് വേദന വരുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സംശയം ഒരിക്കലും തോന്നിയിരുന്നില്ല. 6 ദിവസം മുമ്പ് വേദന കലശലായി. വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയെ സമീപിച്ചു. അവിടെ എക്സ്റേ എടുത്തപ്പോഴാണ് ശരീരത്തിനുള്ളിൽ സൂചി ഉള്ളതായി മനസ്സിലാക്കിയത്. പിന്നീട് ശസ്ത്രക്രിയ നടത്തി ഈ സൂചിയുടെ ഒരു ഭാഗം പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നാം കോഴഞ്ചേരി ജില്ലാ ആശുപത്രി സൂപ്രണ്ടുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ വത്സല പരാതിയുമായി അവിടെ ചെന്നിരുന്നു. പക്ഷേ 2 രീതിയിലുള്ള വിശദീകരണങ്ങൾ ഈ വത്സലയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. സൂപ്രണ്ട് പറഞ്ഞത്, ഒന്ന്, ഇവരുടെ ഭർത്താവ് തന്നെ പറഞ്ഞത് അത് തയ്യലിന് ഉപയോഗിക്കുന്ന സൂചി ആയിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ വത്സല പറഞ്ഞത് അത് കുത്തിവയ്പ്പിനെടുത്ത സൂചി തന്നെയാണ് എന്നുള്ളതാണ്. ആ നിമിഷം തന്നെ പോലീസിൽ ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയ നടത്തി പുറത്തെടുത്ത ആ സൂചിയുടെ ആ ഭാഗം അത് കുത്തിവയ്പ്പിന് ഉപയോഗിക്കുന്ന സൂചിയുടേതാണെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഇനി അതിന്മേൽ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകളൊക്കെ വേണ്ടിവരും. ഏതായാലും വത്സല പറയുന്നത് താൻ ഇതിനിടെ മറ്റ് ആശുപത്രികളിൽ ഒന്നും ചികിത്സ തേടി പോയിട്ടില്ല. ഛർദിയെ തുടർന്ന് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയെ സമീപിച്ചു. പിന്നീട് ഈ കഴിഞ്ഞ ദിവസം വീണ്ടും സമീപിച്ചിരുന്നു. അല്ലാതെ മറ്റ് ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സ തേടി പോയതായി വത്സല പറയുന്നില്ല. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കുത്തിവയ്പ് എടുത്തപ്പോൾ അകത്ത് പോയ ആ സൂചി തന്നെയാണ് തൻ്റെ ശരീരത്തിലുള്ളതെന്ന് തന്നെയാണ് ഈ വത്സല പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഇവർ നാം വിശദമായി വത്സലയുമായി സംസാരിച്ചിരുന്നു. പക്ഷേ വത്സലയുടെ കൈവശം ഈ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയതിൻ്റെ ചീട്ടോ അങ്ങനെയുള്ള മറ്റ് രേഖകളോ ഒന്നുമില്ല. പക്ഷേ ഇവരുടെ പരാതി പ്രകാരം ആശുപത്രി അധികൃതർ വിശദമായി രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. പറഞ്ഞ ദിവസം 1-ൽ കൂടുതൽ വത്സല എന്ന പേരുള്ള ആളുകൾ അവിടെ ചികിത്സ തേടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്മേലുള്ള പരിശോധനകളും തുടരുന്നുണ്ട്. ഏതായാലും ആശുപത്രി അധികൃതർ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയം എടുത്തിട്ടുണ്ട്. ആശുപത്രി അധികൃതർ സമ്മതിക്കുന്നുണ്ട് ഇത് കുത്തിവയ്പ്പിന് ഉപയോഗിക്കുന്ന സൂചിയുടെ ഭാഗം തന്നെയാണ് എന്നുള്ളത്. ഇനി അടുത്ത ദിവസം വീണ്ടും ചികിത്സ തേടി വത്സല കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയെ സമീപിക്കുന്നുണ്ട്. ഏതായാലും സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ വേണമെന്ന് വത്സലയുടെ കുടുംബാംഗങ്ങളും ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. അതിന് പിന്നാലെയാണ് സർക്കാരിന്റെ അടിയന്തര ഒരു ശ്രദ്ധ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അന്വേഷണത്തിന് ഉത്തരവിട്ട് DMOയോട് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. നമുക്കറിയാം, മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിപക്ഷം എപ്പോഴും ഉന്നയിച്ചിരുന്ന ഒരു ആരോപണമാണ് റിപ്പോർട്ട് തേടും അതിനപ്പുറത്തേക്ക് നടപടികളൊന്നും ഉണ്ടാവില്ല. മുൻ ആരോഗ്യമന്ത്രി തേടിയ റിപ്പോർട്ടുകളുടെ കണക്കെടുത്താൽ അത് വലിയൊരു പ്രബന്ധത്തിന്റെ അത്ര വലിപ്പം വരും. മുൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എപ്പോഴും പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിലെ ഒരു റിപ്പോർട്ട് തേടൽ അത്തരത്തിൽ ഒതുങ്ങി പോവാതിരിക്കട്ടെ, റിപ്പോർട്ടും തുടർ നടപടികളും ഉണ്ടാവും.